ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഫോൾക്ലിംഗനിലാണ്. ഫോൾക്ലിംഗനിലെ റെയിൽവേ സ്റ്റേഷൻ ബാനോഫിലാണുള്ള നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കുറേയധികം കാര്യങ്ങൾ കാണാനുണ്ട് ഈ ബാനോഫിന് ചുറ്റുമായിട്ട്. അതിൽ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. നമുക്കത് വിസിറ്റ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ വേറൊരു ദിവസം എങ്ങനെയായാലും വിസിറ്റ് ചെയ്യും. അപ്പോൾ ആ കാണുന്നതാണ് ഫോൾക്ലിംഗൻ അയൺ വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി മ്യൂസിയം. നമുക്ക് അവിടെ കാണാം. അപ്പോൾ ഇതൊരു സംഭവം തന്നെയാണ്. കാരണം ഈ ടെക്നോളജി മ്യൂസിയം എന്ന് പറഞ്ഞത് ഒരു യുനെസ്കോ സൈറ്റാണ്. ഞാൻ ഗൂഗിൾ മാപ്പിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. സോ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. സോ വെൽക്കം ടു ദ വീഡിയോ. സോ ഇവിടെ നമ്മൾ ഫോൾക്ലിംഗനിൽ നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. നമ്മൾ ലോയിഡിൻ്റെയും ഗിൽസയുടെയും വീട്ടിലേക്ക് വന്നതാണ്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ഫോൾക്ലിംഗനിൽ നിന്ന് സാർബുർഗിലേക്കാണ്. എൻസ്ഡോർഫ്, ബെക്കിംഗൻ, അതുപോലെയുള്ള സ്ഥലങ്ങളിലൂടെ മെർസിഗ്, അങ്ങനെ നമ്മൾ സെറിഗ്, അതുപോലെയുള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മുടെ ട്രെയിൻ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാവുന്നത് പോലെ തന്നെ സാർ നദിയുടെ തീരത്തു കൂടെയായിരുന്നു ഞങ്ങളുടെ ഈ ട്രെയിൻ യാത്ര. സാർബുർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ബുർഗ്രൂൺ സാർബുർഗ് എന്ന് പറയുന്ന ഒരു കാസിലാണ് ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോൾക്ലിംഗനിലെ സ്റ്റീൽ വർക്ക്സിൻ്റെ ഒരു ഫാക്ടറിയാണ്. ഇപ്പോഴിത് ഒരു ഹെറിറ്റേജ് മ്യൂസിയം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ രണ്ട് താരങ്ങളാണ് എവലിനും ലിയോണയും. ഇവർ രണ്ടുപേരാണ് നമ്മുടെ യാത്രയിൽ ഉണ്ടായിരുന്ന കുട്ടിപ്പട്ടാളങ്ങൾ. ഈ ഫോൾക്ലിംഗൻ അയൺ വർക്ക്സ് എന്ന് പറയുന്ന ഈ സ്റ്റീൽ ഫാക്ടറിയിൽ പിഗ് അയൺ ആണ് കൂടുതലും പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. 1882 തൊട്ട് 1986 വരെ ആ ഒരു പ്രൊഡക്ഷൻ നിലനിന്നിരുന്നു. വേൾഡ് വാറിൻ്റെ സമയത്തെല്ലാം, അതായത് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് 1400-ലധികം വർക്കേഴ്സിന്, കൂടുതലും റഷ്യയിൽ നിന്നും ബെൽജിയത്തിൽ നിന്നുള്ള ആളുകളെയാണ് ഇവിടെ കൊണ്ടുവന്ന് ഫോഴ്സ് ചെയ്തിട്ടുള്ള ലേബർ അവർ ചെയ്തിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നൊരു കാര്യം. പിന്നീട് വേൾഡ് വാർ സെക്കൻഡിൻ്റെ സമയത്തും 12,000-ലധികം ആളുകളെ ഇവിടെ കൂടുതലും ഫോഴ്സ്ഫുള്ളി അവർ വർക്ക് ചെയ്യിപ്പിച്ചിരുന്നതായും, അതിൽ പ്രിസണേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സിവിലിയൻസ് ഉണ്ടായിരുന്നു, സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു എന്നെല്ലാം നമുക്ക് വായിക്കാനിടയായി. അപ്പോൾ ഞങ്ങളുടെ അങ്ങനെ യാത്ര തുടരാണ്. രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ്. ഞങ്ങൾ പോകുന്ന ഈ ഒരു സ്ഥലത്തെ കാസിൽ കാണാനുള്ള ഒരു ആകാംക്ഷയിലാണ് എല്ലാവരും. ഈ കാണുന്നതെല്ലാം ജർമ്മനിയിലെ റെയിൽവേ സിസ്റ്റത്തിൽ, റെയിൽവേ ട്രാൻസ്പോർട്ട് ഫ്രൈറ്റ് സിസ്റ്റത്തിൽ കൊണ്ടുപോകുന്ന കാർഗോ ബോക്സുകളാണ്, അതായത് കാർഗോ കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ 33,000-ലധികം കിലോമീറ്റേഴ്സുള്ള ഒരു നെറ്റ്വർക്കാണ് ജർമ്മനിയിലെ ഈ ഒരു റെയിൽവേ നെറ്റ്വർക്ക്. ഈ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇതുപോലെ ഒരു ടീ സപ്ലയർ വന്നത്. അങ്ങനെ ആ വന്ന സ്നാക്സ് വിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് സ്നാക്സ് എല്ലാം വാങ്ങി കഴിച്ച് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരാണ്. സാർ നദിയുടെ തീരത്തുകൂടെയാണ് യാത്ര എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ. അപ്പോൾ പല ഭാഗങ്ങളിലും പല ചെറിയ ഗ്രാമങ്ങളിലൂടെയും നമ്മൾ യാത്ര തുടരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലൂടെ കാണാം. അപ്പോൾ ഈ റെയിൽവേ നെറ്റ്വർക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതായത് ഇലക്ട്രിഫൈ ചെയ്തിരുന്ന റെയിൽവേ നെറ്റ്വർക്ക് 18,000-ഓളം കിലോമീറ്റേഴ്സാണ് ഉള്ളത്. ജർമ്മനി എന്ന് പറയുന്ന ഒരു കൺട്രി റെയിൽവേ സിസ്റ്റത്തിൽ, യൂറോപ്യൻ റെയിൽവേ സിസ്റ്റത്തിൽ 4ാമത്തെ സ്ഥാനമാണ് 2017-ലുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നും ഇപ്പോൾ 2024 വന്ന് നിൽക്കുമ്പോൾ കൂടുതലും മുന്നേറുകയാണ് ഈ ഒരു ജർമ്മനിയിൽ ഈ ഒരു റെയിൽവേ സിസ്റ്റത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഇതെല്ലാം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് എത്തി. ആ റെയിൽവേയുടെ ഒരു ക്വാളിറ്റി കാണുമ്പോൾ തന്നെ അറിയാം. കണ്ടില്ലേ, ഡോറുകൾ ക്ലോസ് ചെയ്യുന്നു,
അതിനോടൊപ്പം തന്നെ താഴെയുള്ള ആ ഒരു സ്റ്റെപ്പ് അവിടെ അകത്തേക്ക് പോവാണ്. നമ്മുടെ അവിടെയൊക്കെ പലപ്പോഴും പല റെയിൽവേ സ്റ്റേഷനിലും നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടില്ല. കാരണം ചിലപ്പോൾ പ്രായമായവർക്കെല്ലാം ബുദ്ധിമുട്ടേണ്ടതായി വരുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ജർമ്മനിയിലെ ട്രെയിനുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെയുള്ള പുതിയ പുതിയ ടെക്നോളജീസാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ടെക്നോളജീസ് എല്ലാം കണ്ട് ഞങ്ങൾ വന്ന ട്രെയിനിനോട് വിട പറഞ്ഞു. പിന്നീട് ഗൂഗിൾ കാണിച്ചു തന്ന വഴിയിലൂടെ നടന്ന് നീങ്ങുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ഈ ഒരു സൈക്കിൾ സ്റ്റാൻഡാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ കാണുന്ന സൈക്കിൾ സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ ഈ സൈക്കിൾ സ്റ്റാൻഡിൽ എല്ലാവരും സൈക്കിളുകൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടുത്തെ ഡെയിലി ലൈഫിൽ ആളുകൾ എത്രത്തോളം സൈക്കിളിനെ അവർ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. 82 മില്യണിലധികം 82 മില്യൺസിലധികം സൈക്കിൾസാണ് ഇവിടെ 2022 സ്റ്റാറ്റസ് അനുസരിച്ച് ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് കണക്കുകൾ കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് കാസിലിലേക്കുള്ള വഴി ഗൂഗിൾ തന്നെ കാണിച്ചു തന്നു. അങ്ങനെ കാസിലിൻ്റെ അവിടേക്ക് ഞങ്ങൾ നടന്ന് നീങ്ങാണ്. അങ്ങനെ നടത്തത്തിൻ്റെ ഇടയിൽ റിയ വന്നു. അങ്ങനെ റിയനെ കണ്ടുമുട്ടി. സാർബുർഗിലെ ഒരു ഹോസ്പിറ്റലിലാണ് റിയ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സാർബുർഗിലെ ഞങ്ങളുടെ പ്രധാന ഗൈഡ് റിയ ആണ്. അങ്ങനെ ഞങ്ങളെ കാസിലിലേക്കുള്ള വഴിയിലേക്ക് ഞങ്ങളെ വഴികാട്ടി അങ്ങനെ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോവാണ്. സോ ഞങ്ങളുടെ യാത്ര കാസിലിലേക്ക് ഇവിടെ നിന്ന് വീണ്ടും ആരംഭിച്ചു. ജർമ്മനിയിൽ എവിടെ പോയാലും നമുക്ക് സാർ റിവറിനെ ക്രോസ് ചെയ്യാതെ പോകാൻ പറ്റില്ല എന്നത് അങ്ങനെ തന്നെ പറയേണ്ടതായിട്ട് വരും. കാരണം ഇപ്പോൾ ഇതാ കാണുന്നതും സാർ റിവറിൻ്റെ ഭാഗമായിട്ടുള്ള സെറ്റിൽമെൻറ്റ് ഏരിയകളാണ്. ഈ ഒരു സാർ റിവറിലേക്ക് നേരത്തെ കാണുന്ന ആ ഒരു ചെറിയൊരു സ്മോൾ സ്ട്രീം വന്ന് ചേരുന്നുണ്ട്. ആ ഒരു ഭാഗം ല്യൂക്ക് ബാഹ് എന്നാണ് പറയുന്നത്. ആ ഒരു സ്ട്രീം അവിടുത്തെ ഒരു വാട്ടർഫാൾസിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ വാട്ടർഫാൾസ് കാണാൻ പോകുന്ന വീഡിയോയും നമ്മുടെ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഈ ഒരു കാസിലിൻ്റെ അടുത്തേക്ക് എത്താനായി പോവുകയാണ്. കാസിലിൻ്റെ അവിടേക്ക് കുറച്ച് നടക്കാനുണ്ട്. ഞങ്ങൾ അങ്ങനെ നടന്നങ്ങനെ കയറുകയാണ്. ഇപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് ഈ ഒരു സാർബുർഗ് സെസൽബാൻ എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റീനെ കുറിച്ച് നമുക്ക് ഇവിടെ ഒരു നോട്ടീസാണ് ഇവിടെ കാണുന്നത്. സാർബുർഗ് സെസൽബാൻ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹിൽ ടോപ്പിലേക്കുള്ള ഒരു റോപ്പ് വേ സംവിധാനമാണ്. അപ്പോൾ ഈ റോപ്പ് വേ എന്നാണ് ഓപ്പൺ ആകുന്നത്, എപ്പോഴാണ് ഓപ്പൺ ആകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ അവരൊരു നോട്ടീസ് ബോർഡിൽ കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ പാർക്കിംഗ് ഏരിയ ഇവിടെ കാണാം. വലിയ ബസ്സുകളിലും അതുപോലെ തന്നെ കാറുകളിലൊക്കെ വരുന്നവർക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു മലമുകളിലേക്ക് ട്രക്കിംഗ് പോലെ നടന്ന് നീങ്ങാം. ഇല്ലെങ്കിൽ കാറിൽ തന്നെ നമുക്ക് ഈ ഒരു മലയുടെ മുകളിലുള്ള ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലേക്കുള്ള വഴിയിലൂടെ നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ ട്രക്കിംഗ് ചെയ്ത് മുകളിലേക്ക് എത്തി. ഒരുവിധം ഹൈറ്റിലേക്ക് എത്തി തുടങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാം വിസിബിളായിട്ടുള്ളൊരു നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അങ്ങനെ ഒരുപാട് സീനിക് ബ്യൂട്ടിയോട് കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു സാർബുർഗ് കാസിൽ എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഒരു വാർ മെമ്മോറിയലാണ്. പല വാറുകളിലും മരണപ്പെട്ട ജവാന്മാരുടെ ഒരു സ്മരണയ്ക്കായിട്ടുള്ള വാർ മെമ്മോറിയലാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത്. ഇതുപോലെയുള്ള നല്ല നല്ല പിക്ചേഴ്സ് നമുക്ക് മൊബൈലിൽ എടുക്കാനും അതുപോലെ നല്ല ഒരു വാലി സൈഡുള്ള ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിച്ചു. ഒരുപാട് നല്ല വീഡിയോസും നല്ല പിക്ചേഴ്സും നമുക്ക് അവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഒരു വാച്ച് ടവറിലേക്കാണ് അടുത്തതായിട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ഇവിടെ ഇരുന്ന് ഈ ഒരു സായാഹ്നം ആസ്വദിക്കാനായിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം വിശ്രമിച്ചു. ഈ കാണുന്നതാണ് അവിടെ ദൂരെ നിങ്ങൾക്ക് കാണാം സെസൽബാൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് റോപ്പ് വേ. നമ്മൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും റോപ്പ് വേ കണ്ടിട്ടുണ്ടാവാം. ഇവിടെയും അതുപോലെയുള്ള റോപ്പ് വേ സർവീസസ് അവൈലബിൾ ആണ്. ആ ഒരു കാണുന്ന ഒരു ഹിൽ ടോപ്പിലേക്കാണ് റോപ്പ് വേ സർവീസസ് ഉള്ളത്.
ഈ ഒരു വാലി സൈഡിൽ കാണുന്നതാണ് ശരിക്കും സാർബുർഗിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് ഏരിയ. അതായത് സാർബുർഗ് എന്ന ഒരു നഗരം, ആ ഒരു സിറ്റി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു കാസിലിൻ്റെ മുകളിൽ നിന്ന് കാസിലിൻ്റെ ഹിൽ ടോപ്പിൻ്റെ വ്യൂയിങ് ഏരിയയിൽ നിന്ന് നമുക്ക് കൂടുതലും ആസ്വദിക്കാനായിട്ട് സാധിച്ചു. ഇതുപോലെയുള്ള നല്ല നല്ല സ്ഥലങ്ങളാണ് ജർമ്മനിയിലുള്ളത്. അപ്പോൾ നമുക്ക് വിൻ്റർ സ്റ്റാർട്ടാവുന്നതിന് മുമ്പാണ് പലരും ഇതുപോലെയുള്ള ട്രിപ്പുകളൊക്കെ നടത്തുന്നത്. നമ്മളും വിൻ്റർ സ്റ്റാർട്ടാവുന്നതിന് മുമ്പാണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കാലാവസ്ഥ നമുക്ക് ലഭിച്ചു. അങ്ങനെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് വാച്ച് ടവറിലേക്കാണ് കാഴ്ചകൾ കാണാനായിട്ട് കയറേണ്ടത്. സോ ആ ഒരു കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു ഈവനിങ് ടൈമിൽ വന്ന് എത്ര തവണ ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും നമുക്ക് മതി വരാത്തത്ര രസകരമായ ഒരു വൈബായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുത്തു. അതിൽ പെട്ട ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. നമ്മൾ ഗിൽസിയാണ് എടുത്തു തന്നത്. നല്ലൊരു വീഡിയോ ഞങ്ങൾക്ക് പുള്ളിക്കാരി എടുത്തു തന്നു. അങ്ങനെ സെസൽബാൻ്റെ കാഴ്ചകളും വൈൻയാർഡിൻ്റെ ഒരു ദൃശ്യ മനോഹാരിതയും എല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് നടന്നു. അങ്ങനെ അവിടെയുള്ള ബുർഗ് റെസ്റ്റോറൻ്റ് എല്ലാം കണ്ടതിന് ശേഷം ഇവിടെ ഈ ഒരു വാച്ച് ടവറിലേക്ക് ഞങ്ങളെത്തി. ഈ ഒരു വാച്ച് ടവറിൻ്റെ മുന്നിലുള്ള ഒരു എൻട്രൻസ് ആണ് നമ്മളത് കണ്ടത്. ചുറ്റുമുള്ള ഈ ഒരു മതിലുകളും ഈ ഒരു വാച്ച് ടവറിൻ്റെ സുരക്ഷ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടറിയാനായിട്ട് സാധിക്കും. 10th സെഞ്ച്വറിയിലാണ് ഈ ഒരു കാസലിൻ്റെ നിർമ്മാണം ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം പലതവണ പല യുദ്ധങ്ങളിലും പല ട്രൂപ്സും അവിടെ വന്ന് ഈ ഒരു കാസിൽ ഡിസ്ട്രോയ് ചെയ്തെങ്കിലും പിന്നീട് 2ഉം 3ഉം തവണ ഈ ഒരു കാസിൽ റീബിൽഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു കാസിലിൻ്റെ വാച്ച് ടവറിലാണ് ഇപ്പോൾ നമ്മൾ കയറി നിൽക്കുന്നത്. വളരെ സുരക്ഷിതമായിട്ടുള്ള സ്പൈറൽ ഗോവണിയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. കുട്ടികൾക്കും അവിടെ സുഖമായിട്ട് നമുക്ക് കയറി മുകളിലേക്ക് എത്താനും സാധിച്ചു. അങ്ങനെ അവിടെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ കാണുന്ന സെറ്റിൽമെൻറ്റുകളെല്ലാം സാർബുർഗിൻ്റെ സിറ്റിയുടെ ഭാഗമായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സും അതുപോലെയുള്ള ഹൗസിംഗ് ഏരിയാസുമാണ്. ഈ തൊട്ട് കാണുന്ന സാർ റിവറിൻ്റെ അപ്പുറം ഭാഗം നമുക്ക് കാണാം. അത് സാർബുർഗ് എന്ന സ്ഥലവും അതിനപ്പുറത്തേക്ക് ഇർഷ്, പിന്നെ അതുപോലെ തന്നെ സെറിഗ് എന്നുള്ള സ്ഥലങ്ങളും അതുപോലെ ഒക്ഫൻ അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഈ ഒരു പേരുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു വിചിത്രമായ പേരുകൾ കേൾക്കുന്ന പോലെ നമുക്ക് തോന്നാം. എന്നിരുന്നാലും ഞാൻ ആ പേരുകൾ ജസ്റ്റ് പരാമർശിച്ചതാണ്. ഇവിടെയുള്ള സ്ഥലങ്ങളുടെ പേരുകളൊക്കെ ഇതുപോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ തന്നെയാണ്. അങ്ങനെ സാർബുർഗിൻ്റെ ആ ഒരു സൂപ്പറായിട്ടുള്ള ഒരു വ്യൂവും ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി സാർബുർഗ് കാസിൽ കണ്ട് അങ്ങനെ യാത്രയാവാണ്. സോ കൂടുതൽ വിശേഷങ്ങൾ നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ടീം. അങ്ങനെ നല്ലൊരു കാസിൽ വിസിറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ തിരിച്ചു പോവാണ്. ഓക്കെ, താങ്ക് യു. സീ യു ഓൺ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ. സാർബുർഗിലെ തന്നെ നെക്സ്റ്റ് ഒരു പ്രധാന ഡെസ്റ്റിനേഷനാണ് ഈ ഒരു വാട്ടർഫാൾസ്. ഈ ഒരു വാട്ടർഫാൾസിൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കണ്ടുമുട്ടാം. സോ ടിൽ ദെൻ, ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ്സ് ആൻഡ് ടീം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. Climbing mountains made of Lego blocks, talking to a fish in a lemonade sea,
chasing shadows just to feel free. Paint a purple sun with a green brush, making sandcastles in the morning rush. Drinking hot chocolate from a golden cup, freestyle dreaming, never growing up. Oh, we ride the rainbow in our